Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് porotherm ടൈപ്പ് കല്ലുകൾ വരുന്നുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് വയറിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ അതിന്റെ എല്ലാം തന്നെ കണ്ട നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഒന്ന് സാധാരണ ഭിത്തിയും രണ്ടാമത്തെ ഭിത്തിയാണ് നമ്മൾ ഈ പറയുന്ന ഈ കല്ലുകൾ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കല്ലുകൾ തന്നെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പാണ് വരുന്നത്. ഈ പറയുന്ന പൈപ്പുകളും കാര്യങ്ങളും 20 mm പൈപ്പും 25 mm പൈപ്പുമാണ് നമ്മൾ സാധാരണ നമ്മുടെ സർക്യൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 25 mm പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 25 mm 20 mm പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റിൻ്റെ ലീഡുകൾ ഫാനിൻ്റെ ലീഡുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് 20-25 യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കല്ലിൻ്റെ അകത്ത് വരുന്നത് ചെറിയ ചെറിയ ഹോളുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധത്തിൽ ആഴം ചിലപ്പോൾ കൂടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം പതുക്കെ ജസ്റ്റ് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ തന്നെ പൊളിഞ്ഞു പോകും. പിന്നെ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ കോർണറുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഉറപ്പിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് പരിക്കല്ല് വേണം നമുക്ക് ഈ പൈപ്പുകളിൽ ചിലപ്പോൾ ഉറപ്പിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ആണി അടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഓരോ കല്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകും. ഓരോ കല്ലിൻ്റെ ഗ്യാപ്പുകളിൽ വരുന്ന ആ സിമെൻറ്റിൽ നമുക്ക് ആണികൾ അടിച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും. അത് കോൺക്രീറ്റ് ആണിനെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് ഈ കാണുന്നത്. അതിലേക്ക് ഇറങ്ങുന്ന പൈപ്പുകൾ എത്ര പൈപ്പുകളാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ഇല്ല. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച്. പിന്നെ സാധാരണ കല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പൊടി കൂടുതലാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പൊടി കൂടുതലാണ്. മറ്റെന്നാൽ സാധാരണ കല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ട്രോങ് വെച്ച് നമുക്ക് കുത്തിക്കളഞ്ഞ് ക്ലിയർ ചെയ്യുന്നതിന് വളരെ അത്രയധികം പാടുമില്ലാത്ത രീതിയിലാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഈ കാണുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞുണ്ടോ അത് ഓവറായിട്ട് കുത്തി കളയാതിരിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഉള്ളിൽ ഹോളായതുകൊണ്ട് മൊത്തം പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് വേണ്ടത് എത്രയാണോ ആ പൈപ്പ് കൺസീൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കൺസീൽ ചെയ്യാവുന്ന രീതിയിലുള്ള കറക്റ്റ് ആ പൈപ്പിന് ഇരിക്കാവുന്ന രീതിയിൽ തന്നെ കുത്തി ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൻ്റെ ഏരിയകളിൽ മാത്രമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ വരുന്നത്. അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ബോക്സിൻ്റെ ഏരിയകളിലാണ് ഈ പറയുന്ന കണക്ട് ചെയ്യുന്ന സിസ്റ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട പൈപ്പുകൾ 20 mm പൈപ്പുകൾ 25 mm പൈപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. 20 ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പറയുന്ന ചെറിയ സർക്യൂട്ടുകളെല്ലാം നമ്മുടെ ഫാൻ അതുപോലെ തന്നെ ലൈറ്റ് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് 20 mm പൈപ്പാണ്. 25 mm പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് 25 mm പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date,